തിരുവചനം തിരുവചനം. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യം ഒരു ധ്യാന ചിന്തയായി നമ്മുടെ ഹൃദയത്തിൽ നിറയട്ടെ. അവിടെ ഇപ്രകാരമാണ് കാണുന്നത്: അവർ അളവറ്റ വിസ്മയത്തോടെ പറഞ്ഞു, അവൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നു. അവർ അളവറ്റ വിസ്മയത്തോടെ പറഞ്ഞു, അവൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, ഈ വചനഭാഗം നമുക്കൊന്ന് ചിന്തിക്കാം, ധ്യാനിക്കാം. അവർ അളവറ്റ വിസ്മയത്തോടെ പറഞ്ഞു, അവൻ എല്ലാം നന്നായി ചെയ്യുന്നു. ഈശോയെക്കുറിച്ച് ശിഷ്യന്മാരുടെ സർട്ടിഫിക്കറ്റാണത്. ശിഷ്യന്മാർ കണ്ടറിയുകയാണ്, തങ്ങളുടെ ഗുരുവിൻ്റെ കൂടെ നടന്ന് ഓരോ കാഴ്ചകളും കേൾവികളുമെല്ലാം കണ്ടും കേട്ടൊക്കെ നീങ്ങുമ്പോൾ അവസാനം ശിഷ്യന്മാർ ഒരു കാര്യം മനസ്സിലാക്കുകയാണ്: അവൻ ചെയ്യുന്നതെല്ലാം നല്ലതാണ്, അവൻ എല്ലാം നന്നായി ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിലും നമുക്ക് ആഗ്രഹമുണ്ട്, എല്ലാം നന്നായി ചെയ്യണമെന്നും കാര്യങ്ങളൊക്കെ നന്നായി നീക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും സ്നേഹമുള്ളവരെ, പലപ്പോഴും അത്ര ശരിയായി കാര്യങ്ങൾ നീങ്ങാറില്ല. എന്നാൽ ഈ വചനം ഒന്ന് ധ്യാനിച്ചേ. അവൻ എല്ലാം നന്നായി ചെയ്യുന്നു. ഈശോ എല്ലാം നന്നായി ചെയ്തുകൊണ്ടിരുന്നു. അത് ശിഷ്യന്മാർ കണ്ടറിഞ്ഞു. ഇനി നമ്മൾ ചിന്തിക്കുന്ന അവിടെയൊക്കെയല്ല, അതിന് പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കുകയാണ്. ഈശോ എല്ലാം നന്നായി ചെയ്യുന്നവനായി, പ്രാപ്തിയുള്ളവനാക്കി മാറ്റുവാൻ ഈശോയെ വളർത്തിയതാരാണ്? അത് പരിശുദ്ധ അമ്മയോടൊപ്പം മറ്റൊരു വ്യക്തിത്വ പ്രാഭാവം കൂടിയുണ്ട്. മറ്റാരുമല്ല, വിശുദ്ധ യൗസേപ്പ് പിതാവ്. നമുക്കറിയാം, യൗസേപ്പ് പിതാവിൻ്റെ വർഷമൊക്കെ ആയിരുന്നു 2020 ഡിസംബർ 8 മുതൽ 2021 ഡിസംബർ 8 വരെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ആഗോള സഭയിൽ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ വർഷമായി കൊണ്ടാടുവാൻ ആഹ്വാനം നൽകി, പ്രഖ്യാപിച്ചു യൗസേപ്പ് പിതാവിൻ്റെ വർഷം. പ്രിയമുള്ളവരെ, മറഞ്ഞിരിക്കുന്ന ഒരു ദിവ്യ രഹസ്യമായിരുന്നു യൗസേപ്പ് പിതാവ്, അല്ലേ? പലപ്പോഴും നമുക്കറിയാം, മറ്റു വിശുദ്ധരെയൊക്കെ നമ്മൾ പ്രത്യേകമായി വണങ്ങുമ്പോൾ, വിശുദ്ധ യൂദാസ്ലീഹ, വിശുദ്ധ അന്തോനീസ്, ആ വിശുദ്ധരുടെയൊക്കെ മഹനീയത നമ്മൾ സ്തുതിച്ച് വർണ്ണിച്ച് കൊണ്ടാടാറുണ്ട്. പ്രത്യേകിച്ച് അവരുടെ നൊവേനകൾക്കൊക്കെ 10,000 പങ്കെടുക്കാറുണ്ട്. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥരെന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുമ്പോൾ തീർച്ചയായും വിശുദ്ധരോടുള്ള വണക്കം സഭ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും അത് നല്ലത് തന്നെയാണ്. പക്ഷേ യൗസേപ്പ് പിതാവ് എന്ന് പറയുന്ന ഈ സ്നേഹവിശുദ്ധനെ പലപ്പോഴും നമ്മൾ അത്രയൊന്നും ഓർക്കാറുണ്ടായിരുന്നില്ല. ഒരു പാവ അപ്പൻ, അല്ലേ? ഈശോയുടെ കൂടെ നടന്ന്, അല്ലെങ്കിൽ ഈശോയെ ഹെറോദേസിൻ്റെ വാളിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ച് മറിയത്തോടൊപ്പം ഈജിപ്തിലേക്ക് പലായനം ചെയ്ത അപ്പൻ. പ്രിയമുള്ളവരെ, ഓരോ സ്പന്ദനവും ഈശോയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ, അതിന് പിന്നാമ്പുറത്തുള്ള ഓരോ സ്പന്ദനവും നോക്കുമ്പോൾ അവിടെയെല്ലാം ജോസഫിൻ്റെ ഒരു കയ്യൊപ്പ് ഈശോയിൽ കാണാൻ പറ്റും. അതുകൊണ്ട് വിശുദ്ധ ജർത്രൂദ് ഒരിക്കൽ ഈശോയോട് ചോദിക്കുന്ന ഒരു കാര്യം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വിശുദ്ധ ജർത്രൂദ് ചോദിച്ചു, ഈശോയെ, അങ്ങയുടെ വളർത്ത് പിതാവായ ജോസഫിനെക്കുറിച്ച് അധികമൊന്നും തിരുവചനത്തിൽ കാണുന്നില്ലല്ലോ. അവൾ ഈശോ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞെന്നാണ് ജർത്രൂദ് എഴുതി വച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ദർശനികത, അല്ലെങ്കിൽ ഒരു ദർശനം കിട്ടുകയാണ് ഈ ജർത്രൂദിന്. ഈശോ മറുപടി പറഞ്ഞത്രേ, അതിപ്രകാരമാണ്: കുഞ്ഞേ, എൻ്റെ വളർത്തുപിതാവായ, എൻ്റെ വത്സലനായ എൻ്റെ അപ്പൻ ജോസഫ്, അവനെക്കുറിച്ച് തിരുവചനത്തിൽ ഒന്നും കാണുന്നില്ലെന്നല്ലേ നീ പറയുന്നത്? എന്നാൽ നീ തിരിച്ചറിയുക, എൻ്റെ ഓരോ ചലനവും, എൻ്റെ ഓരോ പ്രവർത്തനങ്ങളും നീ ഒന്ന് ധ്യാനിക്കുക. അവിടെയെല്ലാം എൻ്റെ വത്സലതാതനായ ജോസഫിൻ്റെ കയ്യൊപ്പുണ്ടാവും. അതേ പ്രിയമുള്ളവരെ, ഇത് മറഞ്ഞിരിക്കുന്നൊരു രഹസ്യമാണ്. ജോസഫ് പലപ്പോഴും അത് വെളിപ്പെട്ടിട്ടില്ല. അത് വെളിപ്പെടണമെങ്കിൽ നമുക്ക് സ്വർഗീയ ജ്ഞാനം ആവശ്യമുണ്ട്. ഈശോ പറഞ്ഞില്ലേ, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ നിങ്ങൾ എന്നിൽ നിന്നും പഠിക്കുവിനെന്ന്.
ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ നിങ്ങൾ എന്നിൽ നിന്നും പഠിക്കുവിനെന്ന്. നമുക്കൊന്ന് ധ്യാനിക്കാം. എവിടുന്ന് കിട്ടി ഈശോയ്ക്ക് ഈ ശാന്തശീലം? എവിടുന്ന് കിട്ടി ഈ വിനീത ഹൃദയം? ധ്യാനിച്ചാൽ മനസ്സിലാകും, ശാന്തശീലം അത് ജോസഫിൻ്റെ മുദ്രയാണ്. വിനീത ഹൃദയം അത് പരിശുദ്ധ അമ്മയുടെ സ്നേഹപ്രഭാവമാണ്. അപ്പോൾ ഈ നീതിമാനായ അപ്പനും നന്മ നിറഞ്ഞ അമ്മയും കൂടി ചേർത്ത് പിടിച്ചപ്പോഴാണ് ഈ മോൻ നന്മയിൽ വളർന്നു വരുന്നത്. നമുക്കറിയാമല്ലോ, ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു എന്ന് പറഞ്ഞാൽ, ഒരു കുഞ്ഞ് വളരേണ്ടത് പ്രായത്തോടൊപ്പം ജ്ഞാനത്തിലും വളരണം. ഈശോ അങ്ങനെയാണ് വളർന്നത് എന്ന് പറഞ്ഞാൽ, ദൈവപുത്രനായതുകൊണ്ട് ദൈവത്തിൽ നിന്നും പ്രത്യേകമായൊരു വലിയ പരിഗണനയൊന്നും കിട്ടിയില്ല. ദൈവത്തിന് പ്രത്യേകമായ നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. ജോസഫിനാലും മേരിയാലും ഈ പുത്രൻ വളരണമെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അതേ പ്രിയമുള്ളവരെ, അങ്ങനെ സാധാരണ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളുടെ സ്പന്ദനം കണ്ടറിഞ്ഞ് ഈശോ വളരുകയാണ്. ഇല്ലായ്മയും വല്ലായ്മയും ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ കടന്നു പോകേണ്ട എല്ലാ വഴിത്താരകളും അനുഭവത്തിലൂടെ കടന്നുപോയ ഈശോ അവിടെ ശാന്തതയും സൗമ്യതയും കരുണയും വാത്സല്യവും എല്ലാം നിറവായി കിട്ടിയത് ഈ ജോസഫിൽ നിന്നും മേരിയിൽ നിന്നുമാണ്. അപ്പോൾ ജോസഫ് എന്ന് ഞാനിപ്പോൾ തൽക്കാലം പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല, മറിച്ച് ജോസഫിനെ കുറിച്ച് ധ്യാനിക്കുകയാണ്. ഈ ജോസഫ് വർഷം കഴിഞ്ഞു. എപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, എന്തിനാണ് ഇങ്ങനെയൊരു വത്സരം പ്രഖ്യാപിച്ചത്? പ്രിയമുള്ളവരെ, അത് നമ്മൾ ധ്യാനിക്കേണ്ടതുണ്ട്. വിശുദ്ധ മെറ്റിൽഡ പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നല്ലേ? അതായത് വിശുദ്ധ ജർത്രൂദും അത് തന്നെ പറയുന്നു. ഈ മെറ്റിൽഡയുടെ ആശയത്തോട് വിശുദ്ധ ജർത്രൂദും ശരിവെക്കുന്ന ഒരാശയം അതിപ്രകാരമാണ്. എന്താണെന്നല്ലേ? രാജാക്കന്മാർ യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ തങ്ങളുടെ അണികൾ തോൽക്കുമെന്നുറപ്പാകുമ്പോൾ അവസാനം ഒരു മല്ലനെ രംഗത്തേക്ക് ഇറക്കാറുണ്ട്. ശ്രദ്ധിക്കുക, രാജാക്കന്മാർ യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ തങ്ങളുടെ അണികൾ തോൽക്കുമെന്നുറപ്പാകുമ്പോൾ ഒരു മല്ലനെ യുദ്ധഭൂമിയിലേക്ക് ഇറക്കാറുണ്ട്. ആ മല്ലൻ വന്നു കഴിഞ്ഞാൽ അവൻ തൻ്റെ ശക്തിപ്രാഭാവം പ്രകടിപ്പിച്ച് പ്രതിയോഗികളെ അല്ലെ ശത്രുക്കളെ തകർത്തെറിയുന്ന പ്രാഭാവത്തോടെ യുദ്ധഭൂമിയിൽ അടരാടും, വിജയം വരിക്കും. എന്നിട്ട് ഈ ജർത്രൂദ് പറയുകയാണ്, മെറ്റിൽഡ പറയുകയാണ്, എങ്ങനെയാണെന്നറിയാമോ? ഇവർ രണ്ടുപേരും ഈ ആശയത്തിൽ ഉറച്ചു നിൽക്കുന്നവരാ. അവർ പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? ഒരിക്കൽ ജോസഫ് എന്ന മല്ലൻ, തിരുസഭയുടെ പാലകൻ, രംഗത്തേക്ക് മറനീക്കി പുറത്തു വരും. അതിനുവേണ്ടി ദൈവം മറച്ചു വെച്ചിരിക്കുകയാണ് ഈ മല്ലനെ. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്, യൗസേപ്പിതാവിനെ കുറിച്ച് അധികം ഒന്നും കാണുന്നില്ലല്ലോ, ആരും യൗസേപ്പിനെ കുറിച്ച് പറയുന്നില്ലല്ലോ, ഈ യൗസേപ്പിതാവ് എന്നെ വലിയ മഹാത്മ്യമുള്ള വ്യക്തി അല്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ പ്രിയമുള്ളവരെ, അതൊരു ദിവ്യ രഹസ്യമാണ്. ജോസഫ് മറഞ്ഞിരിക്കുന്ന ഒരു രഹസ്യമാണ്. അത് മറനീക്കി പുറത്തു വരാൻ സമയമായി. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് സഭയ്ക്ക് കൊടുത്തു ഈ ബോധ്യം. ഇത് യൗസേപ്പിതാവിൻ്റെ വർഷമായി മാറട്ടെ. കാരണം എന്താണെന്നറിയാമോ? ശത്രുക്കൾ ഇതാ കടന്നു കയറുകയാണ് തിരുസഭയ്ക്കെതിരെ. തിരുസഭയ്ക്കെതിരെ. ഇവിടെ ഒരു പക്ഷേ ഒന്ന് പതറിപ്പോകും, സഭ ഒന്ന് ഉലയാൻ ഇടയാക്കുമ്പോൾ ഇതാ ആ പ്രതിയോഗികളെ തകർത്ത് വിജയം കൈവരിക്കുവാൻ ഒരു മല്ലൻ, തിരുസഭയുടെ പാലകൻ, വിശുദ്ധ യൗസേപ്പ്. അതുകൊണ്ട് തന്നെയാണ് പ്രിയമുള്ളവരെ, നമുക്കറിയാമല്ലോ, ഈ കുർബാനക്രമത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, ദൈവാംബികയാകും കന്യാമറിയത്തെ സാദരമൂർത്തിയിടാം പാവനമീ ബലിയിൽ. അങ്ങനെയായിരുന്ന മുൻപുണ്ടായിരുന്ന ക്രമത്തെ മാറ്റിയിട്ട് ദൈവാംബികയെയും മാർയൗസേപ്പിനെയും സാദരമൂർത്തിയിടാം പാവനമീ ബലിയിൽ. കണ്ടോ? അതുവരെ ഉണ്ടായിരുന്ന അതിനെ മാറ്റിയിട്ട് ഇതാ പരിശുദ്ധാത്മാവ് പ്രേരണ നൽകി സഭയ്ക്ക്. എന്ത്? ദൈവാംബികയെയും മാർ യൗസേപ്പിനെയും
എന്ന് പറഞ്ഞാൽ യൗസേപ്പ് പിതാവിൻ്റെ വർഷം സഭയിൽ ഇതാ പരിശുദ്ധ പിതാവ് വഴി പരിശുദ്ധാത്മാവ് നൽകിയെങ്കിൽ പ്രിയമുള്ളവരെ തിരുസഭയുടെ ഉജ്ജ്വലനത്തിന് വേണ്ടിയാണ്. തിരുസഭയുടെ പാലകനാണ് യൗസേപ്പ് പിതാവ്, കുടുംബങ്ങളുടെ സംരക്ഷകനാണ് യൗസേപ്പ് പിതാവ്, നന്മരുടെ മധ്യസ്ഥനാണ് യൗസേപ്പ് പിതാവ്, തൊഴിലാളികളുടെ മധ്യസ്ഥനാണ് യൗസേപ്പ് പിതാവ്, കന്യാവ്രതക്കാരുടെ കാവൽക്കാരനാണ് യൗസേപ്പ് പിതാവ്. അതേ പ്രിയമുള്ള സഹോദരങ്ങളെ, യൗസേപ്പ് പിതാവ് നിസ്സാരനല്ല. അതുകൊണ്ടാണ് രക്ഷകൻ്റെ പാലകൻ എന്ന അപ്പസ്തോലിക ലേഖനത്തിൽ ജോൺ പോൾ പാപ്പ പറഞ്ഞ് നമ്മൾ ആഹ്വാനം ചെയ്തു, രക്ഷകനാണ്, ലോകരക്ഷകനാണ് ക്രിസ്തു. ആ ക്രിസ്തുവിന്, ആ ലോകരക്ഷകന് ഒരു സംരക്ഷകൻ എന്ന് പറയുമ്പോൾ നിസ്സാരനാണോ ജോസഫ്? അല്ല. എൻ്റെ എളിയ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോട് എനിക്ക് ഒരുപാട് സ്നേഹമുണ്ട്. ഞാൻ കൂടുതൽ ഈ രചനാ മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്നിരുന്നാൽ പോലും ഈ പരിശുദ്ധ അമ്മയോട് കൂടുതൽ പ്രാർത്ഥിച്ചൊക്കെ പാട്ടുകൾ എഴുതുന്ന അനുഭവമൊക്കെ എൻ്റെ ജീവിതത്തിലുള്ളപ്പോൾ ഞാൻ മാതാവിനെക്കുറിച്ച് ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങളൊക്കെ പങ്കുവയ്ക്കുമായിരുന്നു. പക്ഷേ ഈ മാതാവിനോടുള്ള സ്നേഹം നിറഞ്ഞ് വന്നപ്പോൾ എനിക്കതിൽ മറ്റൊരു ദിവ്യരഹസ്യം കൂടി അനുഭവമായി. എന്താണെന്നല്ലേ, പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുമ്പോൾ പരിശുദ്ധ അമ്മ കാട്ടിത്തരുന്ന ഒരു മഹനീയ സ്നേഹ സമ്മാനമാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. കാരണം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 48-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്, ഈശോയെ കാണാതെ പോയി 3-ാം ദിവസം കണ്ടെത്തുമ്പോൾ അമ്മ ഈശോയോട് പറയുന്നൊരു കാര്യമുണ്ട്, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിൻ്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. കണ്ടോ, അവിടെ അമ്മ ആരെക്കുറിച്ച് ആദ്യം പറഞ്ഞത്? നിൻ്റെ പിതാവും ഞാനും എന്നാണ്, അല്ലേ? അതെ, നിൻ്റെ പിതാവും ഞാനും. നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ, നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ഉപയോഗിക്കാത്ത പദം അത്. നമ്മൾ ഉപയോഗിക്കില്ല. നമ്മൾ അങ്ങനെ ആയിരിക്കും, നമ്മൾ ഉപയോഗിക്കും, പക്ഷേ ആ ഉപയോഗക്രമം അങ്ങനെ ആയിരിക്കില്ല, നമ്മൾ പറയുന്ന ശൈലി അങ്ങനെ ആയിരിക്കില്ല. നിൻ്റെ പിതാവും ഞാനും എന്ന് മാതാവ് പറഞ്ഞു, നമ്മൾ അതുപോലെ പറയുമോ? നമ്മൾ പറയുകയല്ല. നമ്മളെങ്ങനെയാണ് പറയുന്നത്? ഞാനും എൻ്റെ പിതാവെന്ന് പറയും. അല്ലെ, നമ്മളൊക്കെ ചോദിക്കും, നീ ആരൊക്കെയാടി നിങ്ങൾ ഷോപ്പിങ്ങിന് പോയത്? അപ്പോൾ പറയും, ഞാനും ഉണ്ടായിരുന്നു, മമ്മിയും ഉണ്ടായിരുന്നു, അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ പള്ളിയിലാക്കി നിങ്ങൾ പോയപ്പോൾ ആരൊക്കെയാണ് പള്ളിയിൽ പോയേ? ഞാനും പപ്പയും ഉണ്ടായിരുന്നു. അല്ലെ, നിങ്ങൾ ഇൻ്റർവ്യൂ പോയപ്പോൾ ആരും കൂടെ വന്നത്? ഞാനും മമ്മിയും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോഴും ആദ്യം ഞാനും എന്ന പ്രയോഗം ഉപയോഗിക്കുകയുള്ളൂ, അല്ലേ? സാധാരണ ജീവിതത്തിൽ നമ്മളെപ്പോഴും അങ്ങനെ ഉപയോഗിക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ പ്രിയമുള്ളവരെ, ഈ മാതാവ് പറയുന്ന എന്താ? നിൻ്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ അന്വേഷിക്കുകയായിരുന്നു. കണ്ടോ, അവിടെ പോലും ആ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി മറ്റുള്ളവരെ കാണാനുള്ള പാഠം ഈ പരിശുദ്ധ അമ്മ വഴി പഠിപ്പിക്കപ്പെടുകയാണ് അവിടെ. അപ്പോൾ നീയും അല്ലെങ്കിൽ ഞാനും എൻ്റെ പിതാവെന്നല്ല, നിൻ്റെ പിതാവും ഞാനും. അപ്പോൾ ഈ ഭാഗം വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ദൈവമേ, ഈ യൗസേപ്പ് പിതാവിനെ എന്ത് മഹനീയതയോടെയാണ് മാതാവ് കാണുന്നത്. നിസ്സാരനല്ലല്ലോ യൗസേപ്പ് പിതാവ്, ലോകരക്ഷകനെ സംരക്ഷിക്കാൻ വന്നവൻ. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്കൊരാഗ്രഹം, ഈ യൗസേപ്പ് പിതാവിനെക്കുറിച്ച് 1-2 പാട്ടൊക്കെ എഴുതിയാൽ കൊള്ളാമെന്നൊരാഗ്രഹം. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ ഈശോയോട് പ്രാർത്ഥനാപൂർവ്വം ദിവ്യകാരുണ്യ സന്നിധി ഇരുന്നപ്പോൾ ഞാൻ ഈശോയോട്, എൻ്റെ ഈശോയെ, എനിക്ക് മാതാവിനെക്കുറിച്ചൊക്കെ പാട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നിൻ്റെ തകർച്ചയിൽ ആശ്വാസമേകാൻ, നിൻ്റെ തളർച്ചയിലൊന്നു ചേരാൻ, നിന്നെ താരാട്ടു പാടിയുറക്കാൻ, ഇതാ നിൻ്റെ അമ്മ. എത്രയും ദയയുള്ള മാതാവെ ചൊല്ലി ബാല്യം മുതലേ ഞാൻ വളർന്നു. അപ്പം മാതാവിനെ കുറിച്ചൊക്കെ പാട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. എനിക്കൊരാഗ്രഹം യൗസേപ്പ് പിതാവിനെക്കുറിച്ചൊരു പാട്ട് എഴുതാൻ. എൻ്റെ സ്നേഹമുള്ളവരെ, അപ്പം ഞാൻ ഓർക്കുക, ഈശോയ്ക്ക് എന്തുമാത്രം ആഗ്രഹം ഉണ്ടായിരുന്നു ഈ അപ്പനെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ. ഞാൻ ചിന്തിക്കുകയാണ് ചെയ്തത്, ഒരു പാട്ട് എഴുതാൻ വേണ്ടി, അല്ലെങ്കിൽ 1-2 പാട്ട് എഴുതാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചു. എൻ്റെ സ്നേഹ സഹോദരങ്ങളെ, 40ഓളം ആശയങ്ങൾ, പാട്ടെഴുതാനുള്ള ആശയങ്ങളാണ് ഈശോ ഇട്ട് തന്നത്. അതായത് ജോസഫ് എന്ന ഈ അപ്പനെക്കുറിച്ച് ഒരു പാട്ടിൻ്റെ ഈരടി ഇങ്ങനെയാണ്: യൗസേപ്പ് പിതാവേ, യൗസേപ്പ് പിതാവേ, നീതിമാനാകും പിതാവേ, സ്വർഗത്തിൽ നിന്നും താണിറങ്ങി ദൈവം നിൻ തിരുമാറിൽ ചേർന്നുറങ്ങി. യൗസേപ്പ് പിതാവേ, യൗസേപ്പ് പിതാവേ, നീതിമാനാകും പിതാവേ.
സ്വർഗത്തിൽ നിന്നും താണിറങ്ങി ദൈവം നിൻ തിരുമാറിൽ ചേർന്നുറങ്ങി. എന്തൊരു ചിന്തയാണത്. ഞാൻ ഓർക്കുക, കർത്താവ് ഇട്ട് തന്ന ചിന്ത മറ്റൊന്നുമല്ല, ദൈവം തന്നെയല്ലേ ഇറങ്ങി വന്നത്. അതെ, ദൈവം തന്നെ. ദൈവം ചേർന്നുറങ്ങിയ മാറാണ് യൗസേപ്പിതാവിൻ്റെ തിരുമാറ്. ദൈവം ഉമ്മ വെച്ച മുഖമാണ് യൗസേപ്പിതാവിൻ്റേത്. ദൈവം കുഞ്ഞായി ഒത്തിരി സ്നേഹത്തോടെ യൗസേപ്പിതാവിൻ്റെ മാറിൽ ഒട്ടിക്കിടന്നുറങ്ങി. ശാന്തതയോടെ, ആ സുരക്ഷിത ബോധത്തോടെ, ആശ്രയപരസ്ഥനായ ആ അപ്പൻ്റെ നെഞ്ചോട് ചേർന്നുറങ്ങി. ദൈവത്തെ വളർത്തിയവനാണ് ജോസഫ്. ദൈവത്തെ വളർത്തിയവൻ. പ്രിയമുള്ള സ്നേഹസഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും ഈശോ നിർബന്ധപൂർവം പറയുന്നു, ഞാൻ നടന്നു വരുന്ന അതേ വഴിയെ നിങ്ങളും നടക്കണമെന്ന് പറയുമ്പോൾ ഈശോ നടന്നു പോയ വഴികളിൽ പ്രധാനമായൊരു സ്റ്റേഷനായിരുന്നു ജോസഫും മേരിയും അടങ്ങുന്ന ആ തിരുക്കുടുംബത്തിൻ്റെ നിറവ്. ആ യൗസേപ്പിതാവിനെയും മാതാവിനെയും മുറുകെ പിടിച്ച് നമ്മളും നമ്മുടെ മക്കളും വളർന്നു മുന്നേറണം. ജോസഫ് എന്ന പേരിനർത്ഥം വളർത്തുന്നവൻ എന്നാണല്ലോ. വളർത്തുന്നവൻ, സമൃദ്ധി, ഉന്നതി, അധികം നിറവ്, അതായത് വലിയ സമൃദ്ധിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ജോസഫ് എന്ന പേരിനർത്ഥം വളർത്തുന്നവൻ. യൗസേപ്പിതാവിനെ മുറുകെ പിടിച്ച് നിങ്ങൾ ഓരോ ചുവടുകളും വയ്ക്കുക. നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബം, നമ്മുടെ കുടുംബത്തിൻ്റെ ഉള്ളറകൾ, നമ്മുടെ മക്കളുടെ അവസ്ഥകൾ ഒക്കെ ഈശോയെ വളർത്തി അപ്പൻ്റെ കരങ്ങൾ കൊടുക്കുക. യൗസേപ്പിതാവിനെ ലുത്തിനിയ ചൊല്ലുമ്പോൾ പിശാചുക്കളുടെ പരിഭ്രമമേ എന്ന യൗസേപ്പിതാവിനെ വിശേഷിപ്പിക്കുന്നത്. പിശാചുക്കളുടെ പരിഭ്രമമേ എന്ന് പറഞ്ഞാൽ ജോസഫിൻ്റെ മുൻപിൽ ദുഷ്ടാരൂപി വിറയ്ക്കും. കാരണം ലോകരക്ഷകനെ സംരക്ഷിച്ച ജീവിതമാണ് യൗസേപ്പിൻ്റെ ജീവിതം. നിസ്സാരനല്ല ഈ അപ്പൻ. പ്രിയമുള്ളവരെ, ഇന്ന് ഈ സംഘർഷഭരിതമായി സഭ മുന്നേറുമ്പോൾ, എവിടെയും പ്രശ്ന സങ്കീർണത ഉണരുമ്പോൾ, അസ്വസ്ഥതയുണരുമ്പോൾ, ഇതാ ആകപ്പാടെ ആടിയുലയുന്ന പ്രശ്ന സങ്കീർണത ഉണരുമ്പോൾ നമ്മൾ പ്രശ്നമുണ്ടാക്കുകയോ മുറവിളി കൂട്ടുകയോ അല്ലെങ്കിൽ ശക്തമായി തീവ്രമായി പ്രതികരിച്ച് കുറേ പ്രശ്നം ഉണ്ടാക്കുകയൊന്നുമല്ല. മറിച്ച് ജോസഫിൻ്റെ നിശബ്ദമായ ആ തലത്തിലേക്ക് കടന്നു വരണം. പ്രതികരിക്കണമെന്നല്ല, പക്ഷേ ഒരു ഘനഗംഭീരമായ ദൈവിക നിശബ്ദത, പ്രാർത്ഥനയുടെ മണിക്കൂറുകൾ, പ്രാർത്ഥിക്കുന്ന ജീവിതത്തിൻ്റെ ഉണർവിലേക്ക് നമ്മുടെ ജീവിതങ്ങളെയും നമ്മൾ ചേർത്ത് വയ്ക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നമുക്കറിയാമല്ലോ, നമ്മുടെ ദൈവം നിസ്സാരനല്ല. നമ്മുടെ ദൈവം എല്ലാം കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു. ആ ദൈവത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വയ്ക്കുവാൻ ഈ ജോസഫ് സഹായിക്കും. മനുഷ്യമക്കളെ, തൻ്റെ പുത്രനെ വളർത്തുവാൻ ജോസഫിനെ ഫലമേൽപ്പിച്ച ദൈവം നമ്മളെ ഓരോരുത്തരെയും ജോസഫിൻ്റെ കയ്യാൽ വളർത്തപ്പെടണമെന്ന് ദൈവവും ആഗ്രഹിക്കുന്നു. നമ്മൾ ബോധപൂർവം നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കണം. കുടുംബത്തിൽ പ്രശ്ന സങ്കീർണമാണോ? അവിടെ ശാന്തതയുണരും, അവിടെ ശാന്തത നിറയും. യൗസേപ്പിതാവിനെ മുറുകെ പിടിക്കുമ്പോൾ എന്ത് പ്രശ്നമായിക്കൊള്ളട്ടെ, ഒരു പക്ഷേ ഭാര്യ ഭർത്തൃ ജീവിതത്തിലെ പ്രശ്നമായിക്കൊള്ളട്ടെ, കലുഷിതമായ പ്രശ്ന സങ്കീർണ കുടുംബത്തിലെ സ്വരച്ചേർച്ചയില്ലാത്ത അവസ്ഥയായിക്കൊള്ളട്ടെ, ദുഷ്ടാരൂപിയുടെ കടന്നുകയറ്റമായിക്കൊള്ളട്ടെ, നമ്മുടെ ഈശോയുടെ അപ്പൻ, തിരുസഭയുടെ പാലകൻ, കുടുംബങ്ങളുടെ സംരക്ഷകൻ, ഈ അപ്പനെ വിളിക്കണം. അപ്പൻ ദുഷ്ടാരൂപിയെ ദൂരെ നീക്കുവാൻ തക്ക പ്രാഭാവമുള്ളവനാണ്. അതുകൊണ്ട് തിരുസഭ വിശേഷിപ്പിക്കുന്നത് പിശാചുക്കളുടെ പരിഭ്രമമേ. പ്രിയമുള്ളവരെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചുണരേണ്ട കാലഘട്ടമാണിത്. പ്രാർത്ഥനയിൽ ആഴപ്പെടണം. മനുഷ്യബുദ്ധിയല്ല, നമ്മുടെ ചിന്തയോ നമ്മുടെ ബുദ്ധിയോ നമ്മുടെ പ്രാഭാവമോ നമ്മുടെ സമ്പന്നതയോ ഉന്നതിയോ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ആധിക്യമോ ഒന്നുമല്ല. മറിച്ച് പരിശുദ്ധാത്മാവിന് മാത്രമേ മാറ്റങ്ങൾ വരുത്താൻ പറ്റൂ. പരിശുദ്ധാത്മാവിന് മാത്രമേ തകർന്നു പോയ അവസ്ഥകളെ പുനരുദ്ധരിക്കാൻ പറ്റൂ. ആയതിനാൽ നമ്മൾ ആ തലത്തിലേക്ക് ജീവിതം മാറ്റപ്പെടണമെങ്കിൽ പരിശുദ്ധ അമ്മയെയും വിശുദ്ധ യൗസേപ്പിതാവിനെയും മുറുകെ പിടിക്കണം. ഈ അമ്മയും യൗസേപ്പിതാവും നന്മ നിറഞ്ഞ പാതയിലും നീതിയുടെ പാതയിലും നമ്മളെ നയിച്ചു മുന്നേറും. അതുകൊണ്ട് ഈ യൗസേപ്പിതാവിൻ്റെ ജീവിതം നമുക്കറിയാമല്ലോ. പലസ്തീനിയൻ
ആ, സ്ഥലത്തിലൂടെ കടന്നു പോകുമ്പോൾ കാണാൻ പറ്റും. പാലസ്തീനിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഗോതമ്പ് കൃഷിയുണ്ട്, അവിടെ മത്സ്യം പിടിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ മുന്തിരി കൃഷിയുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള ഈ കൃഷിയുടെ തലങ്ങളൊന്നും ആയിരുന്നില്ല ഈശോയുടെ വളർത്തപ്പനായ ജോസഫിൻ്റേത്. ഈശോയുടെ വളർത്തപ്പനായ ജോസഫിൻ്റേത് മറിച്ച് അവനൊരു തച്ചനായിരുന്നു. മരപ്പണിക്കാരനെയാണ് ഈശോയെ വളർത്താൻ ദൈവം മനസ്സായി ഭരമേൽപ്പിച്ചത്. എന്താ ആ മരപ്പണിശാലയുടെ ഉള്ളറയുടെ ദൈവശാസ്ത്രം? വെറുതെ ഒരു ധ്യാനാത്മകമായി ചിന്തിക്കാം. അവൻ മരപ്പണിക്കാരനാണ്, തച്ചനാണ് യൗസേപ്പ് പിതാവ്. മോനെ ആ ആണി ഇങ്ങ് എടുത്തേടാ. അപ്പോൾ ചെറുപ്പം മുതൽ ഈശോ ഈ പണിശാല വളരുകയാണ്. മോനെ ആ ആണി ഇങ്ങ് എടുത്തേടാ യൗസേപ്പ് പിതാവ് പറയും. ഉടനെ കുഞ്ഞീശോ ആണി എടുത്തുകൊണ്ട് കൊടുക്കും. പിന്നെ ക്രമേണ വളർന്ന് മോനെ ആ ചുറ്റി ഇങ്ങ് എടുത്തേടാ, കൊട്ടുപൊടി ഇങ്ങെടുത്ത്, കാല വീടിക്കരുത് കേട്ടോ. അങ്ങനെ കൊട്ടുപൊടി എടുത്തുകൊണ്ട് കൊടുക്കും. പിന്നെ മോനെ ഒന്ന് ചിന്തേരി പിടിച്ചേടാ, അപ്പൻ്റെ കൂടെ മോനെ ചിന്തേരി പിടിക്കും. എൻ്റെ പ്രിയമുള്ളവരെ, ആ മരപ്പണിശാലയുടെ ഉള്ളറ ഒന്ന് ധ്യാനിക്കാം. കുഞ്ഞുനാൾ മുതലേ ഈ മരമറുക്കാനും പലക എടുക്കാനും ആണി അടിക്കാനും ഒക്കെ പഠിച്ച ഈശോയ്ക്ക് കുരിശ് ഒരു പ്രശ്നമാണോ? ആണോ? അല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, കുഞ്ഞുനാൾ മുതലേ കുരിശിൻ്റെ പാഠങ്ങൾ പഠിപ്പിച്ച തച്ചനായിരുന്നു നമ്മുടെ അപ്പൻ യൗസേപ്പ്. എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതം, ഈ സാധാരണ ജീവിതം, ഒരുപാട് സഹനങ്ങളും ഒരുപാട് പ്രശ്ന സങ്കീർണതകളും ഒരുപാട് ഉലച്ചിലുകളും ഒരുപാട് പ്രാരാബ്ദങ്ങളൊക്കെ ഉള്ളതാണ്. സഹനങ്ങളുടെ വലിയ കുരിശുകളുടെ ഒക്കെ വഴിത്താരിയുണ്ട്, കുരിശിൻ്റെ വഴികളൊക്കെയുണ്ട്. അവിടെ ഈ അപ്പൻ നമ്മളെ പഠിപ്പിക്കും, മോനെ നിനക്കൊരു കാൽവരിയുണ്ട്, നിനക്കൊരു മരക്കുരിശിൻ്റെ ക്രൂശീകരണമുണ്ട്, തളരല്ലേ, പതറല്ലേ. നിൻ്റെ ഏത് കുരിശിൻ്റെ വഴികളും ക്രൂശീകരണമൊക്കെ നന്മയുടെ ഉത്ഥാനത്തിൻ്റെ ഉന്നതി നൽകി നല്ല ദൈവം അനുഗ്രഹിക്കുമെന്ന് പഠിപ്പിച്ച് വളർത്തിയ ഈ ജോസഫ് നമ്മുടെ ജീവിതവും നമ്മുടെ കുടുംബവും നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ളറുകളും നമ്മുടെ സാധാരണത്വമൊക്കെ ഈ അപ്പൻ വഴി ഈശോയ്ക്ക് കൊടുക്കാം. നമ്മുടെ അപ്പൻ നന്മ നിറഞ്ഞ പാലകൻ, തിരുസഭയുടെ പാലകൻ, കുടുംബങ്ങളുടെ സംരക്ഷകൻ, നന്മരുടെ മധ്യസ്ഥൻ, തൊഴിലാളികളുടെ മധ്യസ്ഥൻ നമ്മളെ കാത്തു പരിപാലിക്കട്ടെ. തിരുക്കുടുംബ ചൈതന്യത്തിൻ്റെ നിറവ് നമ്മുടെ കുടുംബങ്ങളിൽ ഉണരട്ടെ. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.